ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കും. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ പൊന്നുപാദപ്പെടുത്തെങ്കിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് അത് ജീവനും ചൈതന്യവും പകരുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അവിടുത്തെ പൊന്നുനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. ഗോസ്പൽ മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 13 and 14. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവീൻ. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗങ്ങളാണ്. ക്രിസ്ത്യാനികളും അക്രൈസ്തവരുമായവർ വായിക്കുകയും പ്രസംഗങ്ങളിലൂടെയൊക്കെയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങളിലൊന്നാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം. ഒരാത്മീയ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും അവൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്നും വ്യക്തമായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വേദഭാഗങ്ങളാണ് ഗിരിപ്രഭാഷണത്തിലുള്ളത്. ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ അകത്തു കടക്കുവേൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആത്മീയ ജീവിതത്തിൽ 2 തരത്തിലുള്ള വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ തിരുവചനം ആ 2 വഴികളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലേത് വഴികളിലൂടെയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യേണ്ടത് എന്ന് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. 2 വഴികളും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. 2നെക്കുറിച്ചും ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 വഴികളുടെയും അവസാനം എന്തെന്നും നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള വാതിൽ, 2 തരത്തിലുള്ള വഴികൾ, 2 തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ എൻഡിങ്. ഇതിലേത് വഴികളിലൂടെയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത് എന്നാണ് ഈ രാത്രി പരിശോധിക്കേണ്ടത്. ഇടുങ്ങിയ വാതിലിലൂടെ അകത്തു കടക്കുവേൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു. അപ്പോൾ ഇടുങ്ങിയ വാതിലിലൂടെ നിങ്ങൾ അകത്തു കടക്കുവിൻ എന്നാണ് തിരുവചനം പറയുന്നത്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്. അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. അപ്പോൾ വിശാലമായ ഒരു വഴിയുണ്ട്, ഇടുങ്ങിയ വഴിയുമുണ്ട്. ഇടുങ്ങിയ വഴിയിലൂടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. കാരണം അത് ഇടുക്കവും ഞെരുക്കവും പ്രയാസം നിറഞ്ഞതുമായ വഴികളാണ്.
അതിലൂടെ സഞ്ചരിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ മറുവശത്ത് വിശാലമായ വഴിയുണ്ട്. അതിലൂടെ അനേകർ വേഗത്തിൽ നടക്കുകയാണ്. അവർക്ക് കഷ്ടങ്ങളില്ല, നഷ്ടങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, മറ്റ് പ്രതിസന്ധികളൊന്നുമില്ല. വേഗത്തിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ ആ വിശാലമായ വഴിയിലൂടെ ആളുകൾ സഞ്ചരിക്കുന്നു. അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ് എന്നാണ് തിരുവചനം പറയുന്നത്. പക്ഷേ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ കുറച്ച് മാത്രമാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിൽ, അതിലൂടെ നിങ്ങൾ കടക്കുവിൻ. അത് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന വഴിയാണ്. അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന വഴിയാണ്. എന്നാൽ വിശാലമായ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒന്നും ഇല്ലായിരിക്കാം. പക്ഷേ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് നാശമാണ്, നരകമാണ് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വഴിയുടെ അവസാനം എന്ന് പറയുന്നത് സ്വർഗമാണ്. അത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ ആയിരിക്കണം പ്രവേശിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് രക്ഷയാണ്, നിത്യജീവനിലേക്കുള്ള വഴിയാണ്. അത് വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് നാശമാണ്, നരകമാണ് അതിൻ്റെ അവസാനം. അപ്പോൾ ഒരു ദൈവവൈതനെ സംബന്ധിച്ച് അവൻ നരകത്തിൽ പോകണമോ സ്വർഗത്തിൽ പോകണമോ എന്ന് തീരുമാനമെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. തിരുവചനം രണ്ടും വ്യക്തമായി നമ്മെ പറഞ്ഞു തരികയാണ്. വിശാലമായ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നു. അത് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം നിങ്ങൾക്ക് നൽകുകയില്ല. മറിച്ച് അത് നിങ്ങളെ നിത്യാഗ്നിയിലേക്ക് നയിക്കുന്ന നാശത്തിൻ്റെ വഴിയാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമായ പലരും നരകമുണ്ട് എന്ന് പലപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെയും മനുഷ്യരെ കബളിപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞ് പ്രസംഗിക്കുന്നതെന്ന് നമ്മെ വിശ്വാസത്തിൽ വീഴ്ത്തിക്കളയുന്ന ദുരുപദേശങ്ങൾ അനേകം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം കഴിയും. അങ്ങനെ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും പലപ്പോഴും അത് ശരിയല്ലേ എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമ്മെ വ്യക്തമായും പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നരകത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമുക്കതവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഞാനും നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കാരണം കൂടാതെ കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് വിധേയനാകും. സഹോദരനെ നിസ്സാരൻ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിച്ചാലോ നിത്യ നരകത്തിന് യോഗ്യനാകുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:29 നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരവയവം നശിക്കുന്നത് നിനക്ക് നല്ലത്. അപ്പോൾ അവിടെയും നരകത്തെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. ഞാൻ എന്തിനത് പറയുമ്പോൾ നരകമുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം അത് വിശ്വസിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും പ്രസംഗിക്കുമ്പോൾ നരകമില്ല, മറ്റുള്ളവരെ പേടിപ്പിക്കുവാൻ ഭയപ്പെടുത്തുവാൻ പറയുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയല്ല. തിരുവചനത്തിൽ വ്യക്തമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത് ഏത് വഴിയിലൂടെയാണ്? ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളിലൂടെയാണോ ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്?
ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുള്ളവരാണ് സമൂഹത്തിലുള്ള ഞാനും നിങ്ങളൊക്കെയും. എത്രയും പെട്ടെന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കണം, ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കണം, കഷ്ടപ്പാടുകൾ നമുക്ക് പാടില്ല, രോഗം നമുക്ക് പാടില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുവാൻ തക്കവണ്ണമാണ് പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളെന്ന് പറയുമ്പോൾ നമ്മെ ഞെരുക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഞെരുക്കവും പ്രയാസവുമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ് എന്നാണ്. എന്നാൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ ചുരുക്കമെത്രേ, വളരെ ചുരുക്കം ആളുകളാണ് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുവെന്ന് 14-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ അവൻ തിരഞ്ഞെടുക്കുന്ന വഴി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. എന്തുകൊണ്ടാണ് അവൻ ആ വഴി തിരഞ്ഞെടുക്കുന്നത്? അവനറിയാം ജീവിതത്തിൽ അല്പം കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ട് എങ്കിൽ തന്നെയും അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്, നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യാത്രയാണ്. അവൻ അതിൻ്റെ അവസാനത്തെക്കുറിച്ച് അറിയാം, അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് അവനറിയാം. അവൻ ദീർഘദൂര കാഴ്ചശക്തിയുള്ളവനാണ്. മുന്നിലുള്ളതിനെ ദീർഘദൂരത്തേക്ക് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്നവനാണ്. എന്നാൽ വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന് മുന്നിലുള്ളതിനെ അവൻ കാണുന്നില്ല. അവൻ അല്പം മാത്രം സന്തോഷമാണ് അവൻ അവിടെ ആസ്വദിക്കുന്നത്. അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നാശമാണ് എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. അതിനെ തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ തക്കവണ്ണം അവൻ പരിശ്രമിക്കുന്നില്ല. ഈ ബുദ്ധിമാൻ്റെ അവസ്ഥയിലാണോ ഞാനും നിങ്ങളും ഇന്ന് രാത്രി പരിശോധിക്കണം. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവനെയാണ് ദൈവം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവവചനത്തെ വിശ്വസിക്കും, ദൈവവചനം അനുസരിക്കും, ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കും. ആ ദൈവവചനത്തിൻ്റേതായ ഡിസിപ്ലിനാണ് അവനെ ഞെരുക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നത്. നിങ്ങൾ ഇടുക്കമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ വാതിൽ ഞെരുങ്ങിയതാണ്, വീതി കുറഞ്ഞതാണ് എന്നുള്ള അല്ല. പിന്നെയോ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ആ വാതിലിലൂടെ കടക്കണമെങ്കിൽ ദൈവവചനമാകുന്ന ആ ഡിസിപ്ലിനിലൂടെ യാത്ര ചെയ്യണം. അവന് ചിലതൊക്കെ വേണ്ട എന്ന് വെക്കണം. ഒരു ദൈവവേദനയെ സംബന്ധിച്ച് അവന് ചില അതിർവരമ്പുകളുണ്ട്. അവൻ കാണരുതാത്തത് കാണരുത്, കേൾക്കരുതാത്തത് കേൾക്കുവാൻ കഴിയുകയില്ല. അവനെ പല സ്ഥലങ്ങളിലും അവന് ചില പരിമിതികളുണ്ട്. എന്തുകൊണ്ട് അവൻ്റെ പരിമിതികൾ? ദൈവവചനത്തിൽ അവന് വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട്, ആ നിത്യരക്ഷയിലേക്ക് അവന് പ്രവേശിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അവൻ ഞെരുങ്ങുകയാണ് ഈ ലോകത്തിൽ. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങൾ ബുദ്ധിമാനായ മനുഷ്യനാണോ എന്ന് പരിശോധിക്കണം. 14-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല. നന്മ ചെയ്യുന്നവൻ ഒരുവൻ പോലുമില്ല. പിന്നെ അവിടെ മൂടൻ ദൈവമില്ല എന്ന് മൂടൻ ഹൃദയത്തിൽ ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ആ മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നുവെന്ന് തിരുവചനം പറയുകയാണ്. അവൻ എല്ലാ കാര്യങ്ങളും വിശാലമായ വഴികളിലൂടെ അവൻ സഞ്ചരിക്കുവാനുള്ള കാരണം ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പോൾ അവൻ അതുകൊണ്ട് വിശാലമായ വഴികളിലൂടെ വളരെ വേഗത്തിൽ അവൻ യാത്ര ചെയ്യുകയാണ്.
പക്ഷേ അവൻ്റെ വേഗതയ്ക്ക് അവസാനമെന്ന് പറയുമ്പോൾ, അതിൻ്റെ അവസാനം ചെല്ലുമ്പോൾ അത് നാശമാണ് എന്നവൻ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈ വഴികളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് പോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതമാണ്. ഇത് പോരാടി ജയിക്കേണ്ട ഒരു മാർഗമാണ്, വളരെ സുഖത്തോടെ പോകേണ്ട ഒരു മാർഗമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് നമ്മെ വ്യക്തമായും അതോടെ പഠിപ്പിക്കുന്നുണ്ട്. ഇടുക്കമുള്ള വാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. പലരും കടക്കുവാൻ നോക്കും, ആ പലരും കടക്കുവാൻ തക്കവണ്ണം നോക്കും, എന്നാൽ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിലിലൂടെ കടക്കുവാൻ തക്കവണ്ണം എന്തു ചെയ്യണം? നിങ്ങൾ പോരാടണം. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് പോരാടി ജയിക്കേണ്ട മാർഗമാണ്. അവിടെ കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെയും ഉണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും, പിശാചിൻ്റെ കെണികളുണ്ടാവും, തന്ത്രങ്ങളുണ്ടാവും. അവിടെയൊക്കെയും പോരാടി പ്രാർത്ഥനയിൽ പോരാടി വിജയം കൈവരിച്ച് അവന് നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ പോരാടി ജയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഏതു വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഇത്രയൊന്ന് പരിശോധിക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാനും നിങ്ങളും കരങ്ങൾ നീട്ടി കടന്നു വരുമ്പോൾ ഈ ലോകത്തിൻ്റേതായ ഭൗമികമായ നന്മകൾ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ ഞാനും നിങ്ങളും കടന്നു വരുന്നത്? അതെയോ അതിനപ്പുറമായി, ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറമായി ഒരു നിത്യജീവനുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ നിരവധി പ്രാവശ്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് നിരവധി പ്രാവശ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ആ ദൈവരാജ്യത്തിൽ എത്തിച്ചേരണമെന്ന് കർത്താവിന് വളരെയേറെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് തിരുവചനത്തിലൂടെ നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ആത്മീയ യാത്രയിൽ നമ്മളെ വഴിതെറ്റിക്കുവാൻ തക്കവണ്ണം പിശാച് പരിശ്രമിക്കും. അവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഇടുങ്ങിയ വാതിലിലൂടെ പോകാതെ നമ്മൾക്ക് പലപ്പോഴും വിശാലമായ വാതിൽ നമുക്ക് അവൻ തുറന്നു തരും. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാവുകയില്ല. അപ്പോൾ നാം എല്ലാവരും കടന്നു പോകുന്ന വാതിലൂടെ പോകുവാൻ പരിശ്രമിക്കുകയല്ല വേണ്ടത്. നാം ദൈവത്തെയാണ് മുൻനിർത്തേണ്ടത്. ദൈവവചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൻ്റെ 105-ാം വാക്യത്തിൽ നമ്മെ ദൈവം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ദൈവവചനമാകുന്ന പ്രകാശത്തിലൂടെ ആയിരിക്കണം ഒരു ദൈവ പൈതൽ യാത്ര ചെയ്യേണ്ടത്. അവൻ്റെ വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന വഴികളിലൂടെയാണ് അവൻ സഞ്ചരിക്കേണ്ടത്. പക്ഷെ അവൻ ഓരോ കാൽച്ചുവടും വയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന വെളിച്ചത്തിലൂടെ ആയിരിക്കണം അവൻ കാൽച്ചുവടുകൾ വയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. നിങ്ങൾ പോരാടി ജയിക്കണം ആ വഴിയിലൂടെ. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ പോരാടുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു കൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഒരു ദൈവവൈതലിന് കഴിയണം. നമ്മുടെ ജീവിതയാത്ര ദൈവവചനമാണോ നമുക്ക് വെളിച്ചമായിട്ടുള്ളത്? ഓരോരുത്തരും പരിശോധിക്കുക. ദൈവവചനമാണോ നമ്മെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ കടന്നു വരുമ്പോൾ നാം ആരെയാണ് ആശ്രയിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലാണോ ഞാനും നിങ്ങളും ആശ്രയം വയ്ക്കുന്നത്? ദൈവവചനത്തിൽ ആശ്രയം വയ്ക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവവചനമെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ആ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്
അതിൻ്റെ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഏത് വേണമെങ്കിലും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. രണ്ട് വഴിയും ദൈവം മുൻപിൽ വച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ നിർബന്ധിച്ച ബലപ്രയോഗത്തിലൂടെ ഒരു വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോവുകയില്ല. നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. ഏതിനെയും സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമാണ്. ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്. ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ നാശത്തിലേക്കുള്ള വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, അതെയോ നിത്യരക്ഷയിലേക്കും നിത്യജീവനിലേക്കും പോകുന്ന ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് പരിശോധിക്കണം. അനേകർ കടന്നു പോകുന്ന വഴിയാണ് വിശാലമായ വഴി. അത് നാശമാണ്. എന്നാൽ നിത്യരക്ഷയിലേക്ക് പോകുന്ന വഴി, അതിലൂടെ സഞ്ചരിക്കുന്നവർ ചുരുക്കമത്രേ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആ വഴി തിരഞ്ഞെടുക്കുന്നത്. ലോകത്തിൽ നാം പല കാര്യങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ഭൂരിപക്ഷമുള്ള അഭിപ്രായത്തെയാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നാം പരിശോധിക്കുമ്പോൾ ദൈവിക തീരുമാനങ്ങൾ ഭൂരിപക്ഷം നോക്കിയല്ല തീരുമാനമെടുക്കേണ്ടത്. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും ഭൂരിപക്ഷത്തിന് വിരുദ്ധമാണ്. ഇവിടെ പറയുന്നു, ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ ചുരുക്കമത്രേ. പോരാടി ജയിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥനാ ജീവിതം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ദൈവത്തിൻ്റെ തിരുവചനം നാം എത്ര പ്രാവശ്യം വായിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്? അതിലെത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവവചനം ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ ദൈവവചനം ധ്യാനിക്കുവാനും ആ ധ്യാനിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം നമുക്ക് എത്ര പേർക്ക് കഴിയാറുണ്ട്? മുടങ്ങാതെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനകളിൽ സംബന്ധിക്കുവാൻ കഴിയും. സുവിശേഷ യോഗങ്ങളിലും ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കുവാൻ കഴിയും. പക്ഷെ ദൈവവചനം ജീവിതത്തിൽ അനുസരിക്കണമെങ്കിൽ അത് പ്രയാസകരമായ കാര്യമാണ്. അതിൽ ദൈവത്തിൽ നമുക്ക് അമിതമായ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു കാര്യത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നാം യാത്ര ചെയ്യുന്നത്. നാം ആരും സ്വർഗത്തെ കണ്ടിട്ടില്ല. നിത്യതയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നിത്യതയെക്കുറിച്ച് ഞാനും നിങ്ങളും കണ്ടിട്ടില്ല. പിന്നെയോ കാണാത്തതിനെ കണ്ടതുപോലെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് മോശയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അദൃശ്യനായ ദൈവത്തെ അവൻ കണ്ടതുപോലെ യാത്ര ചെയ്തു. കാണാൻ പറ്റാത്ത ദൈവത്തെ കണ്ടതുപോലെ യാത്ര ചെയ്യുക. സ്വർഗരാജ്യവും നിത്യരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ പൂർണ്ണമായും ദൈവവചനത്തെ വിശ്വസിക്കണം. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം അത് മാറ്റമില്ലാത്ത വചനമാണ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, പക്ഷെ ദൈവത്തിൻ്റെ തിരുവചനത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അത് നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന വചനമാണ്. അത് നമുക്ക് നിത്യജീവൻ പകർന്നു തരുന്ന വചനമാണ്. ദൈവത്തിൻ്റെ ജനമേ, ഏത് വഴിയിലൂടെയാണ് ഞാൻ നിങ്ങളും യാത്ര ചെയ്യുന്നത്? ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിത്യരക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. എന്നാൽ വിശാലമായ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെയും ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് കഠിനമായ വേദനയാണ്. അത് നമ്മെ നിത്യനാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇടുക്കമുള്ള വഴി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം, ആ നിത്യരക്ഷയിലേക്കും സ്വർഗരാജ്യത്തിലേക്കും പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഇടുക്കവും ഞെരുക്കമുള്ള വഴിയും വിശാലമായ വഴിയെക്കുറിച്ചും ദൈവമേ ഞങ്ങളുടെ തിരുവചനത്തിലൂടെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ കർത്താവേ. ആ നിത്യരക്ഷയിലേക്ക് പോകുന്ന
ഇടുക്കവും ഞെരുക്കമുള്ള വഴി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ തിരുവചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്ത് ആ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.